നിനക്കയായി നീ കരഞ്ഞു, ആശ്വാസം തേടി അലഞ്ഞു. ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ. ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ. സുഭാഷിതം 2 കൊരിന്ത്യർ 1-4 ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. God of all comfort, who comforts us in all our troubles, so that we can comfort those in any trouble with the comfort of ourselves received from God. പൗലോസ് കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നതിന് ശേഷമുള്ള തൻ്റെ ജീവിതം ഭൂരിഭാഗവും വേദനയും പ്രയാസവും കഷ്ടങ്ങളും നിറഞ്ഞതായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി അവൻ വളരെയധികം സഹിച്ചു. എന്നാൽ ഓരോ സന്ദർഭങ്ങളിലും ദൈവം അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചതിനാൽ തനിക്ക് മുന്നോട്ട് പോകുവാൻ കഴിഞ്ഞു. പൗലോസിന്റെ അത്രയും പ്രതികൂലങ്ങളോ പ്രയാസങ്ങളോ നാം അനുഭവിച്ചിട്ടില്ല എങ്കിലും ആശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ വേദനപ്പെടുന്ന സന്ദർഭങ്ങൾ നമ്മുടെയും ജീവിതത്തിലുണ്ടാകും. വേദനാജനകമായ അനുഭവത്തിലും പൗലോസ് 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനസ്സലിവുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവവുമായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ഏത് പ്രതികൂലാവസ്ഥയിലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു അനുഭവം ഇവിടെ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ കഴിയാത്ത ഒന്നാണിത്. പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ആഞ്ഞടിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കുവാനോ സ്തുതിക്കുവാനോ നമ്മുടെ ഹൃദയം പലപ്പോഴും അനുവദിക്കാറില്ല. 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കൂ. തനിക്ക് ലഭിച്ച ആശ്വാസം ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു. ദൈവം തന്നെ പരിപാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് കഷ്ടത്തിലായിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കുവാനും പരിപാലിക്കുവാനും ദൈവത്തിന് കഴിയും. ഇവിടെ പറയുന്നു, ദൈവത്തിൽ നിന്ന് തനിക്ക് ലഭിച്ച ആശ്വാസത്താൽ ഞാൻ ഏത് കഷ്ടതയിലുള്ളവരെയും ആശ്വസിപ്പിക്കുമെന്ന്. എബ്രായർ 11:6 പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടു എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലയോ. നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആശ്വാസം നമുക്കായി സൂക്ഷിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഗുണത്തിനായി മാത്രം ഉപയോഗപ്പെടുത്തുവാനോ ഉള്ളതല്ല. നമ്മെപ്പോലെ വേദന അനുഭവിക്കുന്ന മറ്റ് വിശ്വാസികൾക്ക് നാം പകർന്നു കൊടുക്കണമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. പൗലോസ് ആഴമായി ദൈവത്തിൽ വിശ്വസിച്ചപ്പോൾ സർവാശ്വാസത്തിന്റെയും ദൈവം തന്റെ ആത്മാവിൽ ആശ്വാസവും സമാധാനവും ഒഴുക്കിക്കൊടുത്തു. പ്രവാചകനായ യെശയ്യാവിലൂടെ യഹോവ അരുളി ചെയ്തിരിക്കുന്നത്, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ ആശ്വസിപ്പിപ്പീൻ എന്നാകുന്നു. യെശയ്യാവ് 51:12 എഴുതിയിരിക്കുന്നത്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീർന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീ ആർ. 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ജീവനോടിരിക്കുമോ എന്ന നിരാശ തോന്നുമാറ് ഞങ്ങൾ ശക്തിക്ക് മീതെ അത്യന്തം ഭാരപ്പെട്ടു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. ഇത്ര ഭയങ്കര മരണത്തിൽ നിന്നും ദൈവം ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യും, മേലാളും വിടുവിക്കും എന്ന് ഞങ്ങൾ അവനിൽ ആശ വെച്ചിരുന്നു എന്നെഴുതിയിരിക്കുന്നു. ഈ പ്രത്യാശയാണ് പൗലോസിന് ദൈവത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനിടയായത്. പ്രിയമുള്ളവരെ, നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിനടുത്ത് ചെല്ലുക. യേശു കർത്താവ് പറഞ്ഞത്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. സർവകൃപാലുവായ ദൈവം ഈ വചനങ്ങളാൽ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസം തേറുന്ന മുഖമല്ലയോ, നിറഞ്ഞ കണ്ണുമായി നീ കണ്ടത് താതൻ ആശ്വാസം
ആശയ്ക്കപ്പുറമായി കരുണയിൻ കാരം നിന്നെ കരുതിയതോർമ്മയില്ലേ? ആശയ്ക്കപ്പുറമായി കരുണയിൻ കാരം നിന്നെ കരുതിയതോർമ്മയില്ലേ? ഏകയായി നീ കരഞ്ഞു, ആശ്വാസം തേടിയലഞ്ഞു. ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ? ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ? ഏകയായി നീ കരഞ്ഞു, ആശ്വാസം തേടിയലഞ്ഞു. ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ? ഭയമെന്തിന് നിനക്ക്, ഞാൻ നിന്നരികിലില്ലേ? ഏകയായി നീ കരഞ്ഞു, ആശ്വാസം തേടി